പിന്നെ ഫസ്റ്റ് ബാച്ച് നെക്സൺ ഇവിസിന് കുറച്ച് കംപ്ലൈൻസ് ആയിട്ട് കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു. അതിൽ വരുമല്ലേ? ഇതിൽ വരും, നമുക്ക് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും. അത് വലിയൊരു ഫീച്ചറാണ്. ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഇലക്ട്രിക് കാർസ് ലോങ് ഡ്രൈവ്സിന് ലോങ് ഡ്രൈവ് ഉള്ളവർക്ക് അത്ര പ്രാക്ടിക്കൽ അല്ല. 11 ദിവസത്തിൽ 6000 കിലോമീറ്റർ കവർ ചെയ്യും നെക്സൺ ഇവിയോ? നെക്സോൺ ഇവിയിൽ. അതെനിക്കൊരു ജസ്റ്റ് ഒരു പോരായ്മയായിട്ട് തോന്നി. ഞാൻ ബലീനോ യൂസ് ചെയ്തപ്പോൾ നല്ല ലോങ് ഡ്രൈവ് പോകുമ്പോഴാണോ അതോ സിറ്റിയിൽ റീജനറേഷൻ ഒക്കെ കിട്ടി പോകുമ്പോഴാണോ കൂടുതൽ റേഞ്ച് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തത്? ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് നഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രെയിമാണ്. കുടയൊക്കെ പിടിച്ച് നമ്മൾ നിൽക്കേണ്ടി വന്നു. കാരണം നമ്മൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഷൂട്ടാണ്. ഇങ്ങനെ നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഷൂട്ടിന് എല്ലാം കൂടെ ഒത്തു വന്നപ്പം മഴയായിപ്പോയി. അപ്പോൾ എന്തായാലും ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു. അപ്പം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സൺ EV ആണ്. അതായത് 2023 വന്ന ഏറ്റവും പുതിയ നെക്സൺ .EV എന്നാണ് ഇതിനെ കമ്പനി വിളിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. അപ്പം നമുക്ക് ആദ്യം ബ്രോയെ ഒന്ന് പരിചയപ്പെടാം. ഹായ് ബ്രോ. ബ്രോയുടെ പേര്? ജെറി മാനൻ. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു എഞ്ചിനീയർ ആണ്. ഓക്കെ. കൺസ്ട്രക്ഷനാണ്. ഓക്കെ. സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. ഓക്കെ. ബിൽഡേഴ്സ് ആണ്. ഓക്കെ. അപ്പം നെക്സൺ EV അപ്പം ഒത്തിരി വെബ്സൈറ്റുകളിലോട്ടൊക്കെ ഓട്ടോ ഉണ്ടാവും, അങ്ങനെയൊക്കെയാണോ നെക്സൺ ഒരു ഇലക്ട്രിക് കാർ എടുക്കണമെന്ന് വിചാരിച്ചേ? കുറേ സൈറ്റുകളിൽ ഓട്ടോ ഉണ്ട്. ഡെയിലി ഞാൻ തിരുവല്ല കോട്ടയം ബേസ്ഡാണ് നമ്മുടെ വർക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു 100-120 കിലോമീറ്റർ നമുക്ക് ഓട്ടം ഒരു ദിവസം ആവറേജ് ഉണ്ട്. 120-150 കിലോമീറ്റർ ഡെയിലി ഞാൻ ഓടുന്നു. ഓക്കെ. അപ്പം പെട്രോളാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏത് വണ്ടിയായിരുന്നു? ഞാൻ ബലീനോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പം എനിക്കൊന്ന് 2 വർഷത്തിലൊരു 80,000 കിലോമീറ്റർ ഞാൻ കവർ ചെയ്തു. 2 വർഷം കൊണ്ട് 80,000 കിലോമീറ്റർ ഓടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു EV മസ്റ്റാണ്. അതെ. അപ്പോൾ നമ്മുടെ EV യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ EVയിലോട്ട് വന്നത്. ഓക്കെ. അപ്പം ഈ EVയിലോട്ട് വരാൻ നോക്കിയപ്പം ഏതൊക്കെ വണ്ടിയിലോട്ട് നോക്കിയിട്ടാണ് ഇത് തിരഞ്ഞെടുത്തത്? ഞാൻ ആക്ച്വലി MG നോക്കിയായിരുന്നു. ഓക്കെ. പിന്നെ വോൾവോയുടെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. പക്ഷേ XC40 EV റീചാർജ്. ഓക്കെ. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് അത്രയൊന്നും ഇല്ല. ജസ്റ്റ് ഒരു അതിന് ഓൺ റോഡ് എത്രയായിരുന്നു പറഞ്ഞത്? അവർ 45 അല്ല 50-60 റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ. ഈ വോൾവോയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ MG ഒരു 30+ വരുന്നുള്ളൂ. ഓക്കെ. പിന്നെ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയത് ഇതായതുകൊണ്ട് നമ്മളിങ്ങോട്ട് എടുത്താം. ഓക്കെ. പിന്നെ യൂസർ റിവ്യൂസും ടാറ്റയ്ക്ക് കുഴപ്പമില്ല എന്ന് തോന്നി, അതുകൊണ്ട് എടുത്തുന്നത്. കുറേ നാൾ കൊണ്ട് നെക്സൺ നിരത്തുകളിൽ കാണുന്നുണ്ടല്ലോ അല്ലേ? കുറേ EVകൾ ഇറങ്ങുന്നുണ്ടല്ലോ. നമ്മൾ MG നോക്കിയാലും മറ്റേ വോൾവോ നോക്കിയാലും എണ്ണം കുറവാണ്. നെക്സോൺ ആണ് എണ്ണത്തിൽ കൂടുതൽ വരുന്നത്, കൂടുതലുള്ളത്. അതുകൊണ്ട് അങ്ങ് എടുത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇതിന്റെ വേരിയന്റ് ഏതാണ്, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ? ഇത് നമ്മുടെ ടോപ്പ് വേരിയന്റ് ആണ്. ഓക്കെ. മീഡിയം റേഞ്ച് ഉണ്ട്, ലോങ് റേഞ്ച് ഉണ്ട്. അതിൽ ലോങ് റേഞ്ചിന്റെ ടോപ്പ് വേരിയന്റ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിട്ടുള്ളത് ലോങ് റേഞ്ചിന്റെ ബേസ് വേരിയന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഫീച്ചേഴ്സ് കുറേ എണ്ണം കുറയും. ഇതിൽ പക്ഷേ എല്ലാ ഫീച്ചേഴ്സും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ലോങ് റേഞ്ച് ഉള്ള ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. അപ്പം ഇതിന് ഓൺ റോഡ് പ്രൈസ് എത്ര ആയിട്ടുണ്ടായിരുന്നു? നമുക്ക് 21.83 ആണ് വരുന്നത്. അറൌണ്ട് 22 lakhs വരുന്നുണ്ട്. 22 lakhs ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഓട്ടം വെച്ച് നോക്കുമ്പോൾ അത് വെർത്ത് ആയിരിക്കും അല്ലേ? വെർത്താണ്. പിന്നെ കംഫർട്ടബിളും കൂടെ ഞാൻ നോക്കി. നമ്മൾ ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, അപ്പോൾ മാക്സിമം കംഫർട്ടായിട്ട് തന്നെ യാത്ര ചെയ്യാമെന്നുള്ള രീതിക്കാണ്. പിന്നെ കുഞ്ഞുണ്ട്, അപ്പോൾ ഒരു സൺറൂഫും വേണമെന്ന് വിചാരിച്ചാണ് ടോപ്പ് എൻഡിലോട്ട് ഞാൻ മെയിനായിട്ട് പോകാൻ കാരണം. ഓക്കെ, അത് ശരി. ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് നെക്സൺ EVയിലോട്ട് വന്നത്. മറ്റു വണ്ടികൾ നോക്കിയത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഫസ്റ്റ് ബാച്ച് നെക്സൺ EVസിന് കുറച്ച് കംപ്ലൈൻസ് ആയിട്ട് കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു. ആദ്യത്തെ പുതിയ വേരിയന്റ് വന്നപ്പോൾ കുറേ കംപ്ലൈൻസുകൾ കുറേ പേർക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോടും കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത വീഡിയോയിൽ അങ്ങനെ ആൾക്കും പ്രശ്നമില്ലായിരുന്നു. അതുപോലെ ബ്രോയോട് ഞാൻ ചോദിച്ചിരുന്നു എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ എന്ന്. ഫസ്റ്റ് ബാച്ച് കിട്ടിയതിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? എനിക്ക് സീരിയസ് ആയിട്ട് ഉള്ള ഇഷ്യൂസ് ഒന്നും ഞാൻ ഇതുവരെ ഫേസ് ചെയ്തില്ല. ഓക്കെ. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കുറേ ബഗ്സ് ഉണ്ട്. അപ്പം ഇടയ്ക്ക് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വർക്ക് ആവാതിരിക്കുക, ഓക്കെ, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് സർവീസിന് ചെന്നപ്പോൾ അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു തന്നു. അപ്പം മാക്സിമം അത് സോൾവ് ആയി. അങ്ങനെ വേറെ വലിയ ഇഷ്യൂസ് ആയിട്ട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം ഒരു 2000 കിലോമീറ്റർ ഇപ്പോൾ ഞാൻ ഓടിക്കഴിഞ്ഞു. 2000 കിലോമീറ്റർ ഓടി. എത്ര നാൾ കൊണ്ട്? ഒരു 8 ദിവസം കൊണ്ട് ഓടി. അത് ശരി. 9 ദിവസം കൊണ്ട് ഓടി. ഓക്കെ. അപ്പം അത്രയും വലിയ ഇഷ്യൂസ് ഒന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. പിന്നെ ആ റേഞ്ച് നമുക്കിപ്പോൾ ഇച്ചിരി കുറവാണ്. അപ്പോൾ അവർ പറയുന്നത് സെക്കൻഡ് സർവീസ് കഴിഞ്ഞിട്ടേ
മാക്സിമം റേഞ്ച് കിട്ടുള്ളൂ. അതിന്റെ ബേസ് എന്താണ് ശരിക്കും? ഈ സർവീസ് കഴിയുമ്പോൾ റേഞ്ച് കൂടുന്നെന്ന് പറയുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു ഓയിൽ ചേഞ്ച് ഉണ്ടെന്ന് പറയുന്നു. മോട്ടറിന്റെ ഓയിൽ ചേഞ്ച് ഉണ്ടെന്ന്, മോട്ടറിന്റെ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അത്ര ഒരു 7500-10,000 കിലോമീറ്റർ ഓടുമ്പോഴേ നമ്മൾ ഇതിന്റെ ഒരു ടെക്നിക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. എങ്ങനെ ഓടിക്കണം. നമ്മളിപ്പോൾ പെട്രോളും ഡീസലും വണ്ടി ഓടിച്ചിട്ട് റീജനറേഷന്റെ ഒരു ടെക്നിക്കൊക്കെ നമ്മൾ കൈ വരുത്തും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റേഞ്ച് വരും. ഇപ്പൊ നമ്മൾ ഈ പെട്രോൾ വണ്ടി ഓടിക്കുന്ന പോലെ നല്ല സുഖം ഓടിക്കാൻ. കാല് കൊടുത്തു കഴിഞ്ഞാൽ കയറിപ്പോകും. നമ്മളിപ്പം നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് ഓടിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളത് മാറുമായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോ റേഞ്ച് എത്രയായിരുന്നു അവർ പറഞ്ഞിരുന്നത്? 450. ഇത് ആക്ച്വലി 465 ആണ് റേഞ്ച് അവകാശപ്പെടുന്നത്. വൺ ഡേ ഒരു 348 വരെ കിട്ടിയിട്ടുണ്ട്. അതാണ് മാക്സിമം എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. 400 വരെ കിട്ടുന്ന എന്റെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. 380, 395 വരെ കിട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഈ പുതിയ വേർഷൻ അതായത് മാക്സ് എന്നും പറഞ്ഞൊരു വേർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന്. ഇതിന് മുന്നേ സെയിം തന്നെയാണ്. അത് 450 റേഞ്ചാണ്. ഓക്കെ. അതിനൊരു 380, 390 റേഞ്ച് ഒക്കെ കിട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ. അവരുടെ റിവ്യൂ വെച്ചാണ് ഞാൻ ഇത് എടുത്തത്. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു കിട്ടും. എനിക്കൊരു 350 കിട്ടിയാൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആണ്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. 350 കിട്ടിയാൽ തന്നെ. അപ്പോൾ ചാർജിങ്ങിന്റെ കാര്യങ്ങൾ അറിയണം. അതായത് ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് ആണോ ചെയ്യുന്നത്, അതോ വീട്ടിൽ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി വീട്ടിൽ സോളാർ യൂസ് ചെയ്യുന്നുണ്ട്. 3 ഫേസ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, സിംഗിൾ ഫേസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഫാസ്റ്റ് ചാർജിങ് നമ്മൾ ചെയ്യണമെങ്കിൽ 3 ഫേസ് കണക്ഷൻ നമുക്ക് വേണം. അപ്പം ഞാൻ ആക്ച്വലി സ്ലോ ചാർജിങ് ആണ് ചെയ്യുന്നത്. അപ്പം കമ്പനി പറയുന്ന 12 to 15 hours ആണ് ചാർജിങ് ടൈം പറയുന്നത്. എനിക്കൊരു 15 hours എടുക്കുന്നുണ്ട് മാക്സിമം. ഞാനൊരു റീസെൻ്റ്ലി ഒരു 10% താഴെ വരെ ഞാൻ ഓടിച്ചായിരുന്നു. ഓടിച്ചിട്ട് ചെയ്തപ്പോൾ ഒരു 13-14 hours എടുത്തു. അപ്പം എന്നാലും കുഴപ്പമില്ല. നമ്മൾ രാത്രി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ഒരു 7:30, 7 o'clock ഇട്ട് കഴിഞ്ഞാൽ രാവിലെ 7 o'clock നമുക്ക് ഏകദേശം ഫുൾ ചാർജ് ആവുന്നുണ്ട്. 12 hours ഒരു 30% ഒക്കെ ആണെങ്കിൽ 12 hours നമുക്ക് ഫുൾ ചാർജ് ആവും. അല്ലാതെ ഫാസ്റ്റ് ചാർജർ യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ 1-2 തവണ നമ്മൾ ഔട്ട് സ്റ്റേഷനിൽ യൂസ് ചെയ്തു. അത് 1 hour ആവുന്നുണ്ട്. 1 hour എടുത്തില്ല, ഒരു 45 minutes. അതുകൊണ്ട് എത്ര 2200 ആയോ അതോ 90? അന്ന് ഞാൻ 2200 ആവുന്നുണ്ട്. 100 ആയി. ഓക്കെ. അപ്പൊ 90 to 100 വലിയ ഡിലേ തോന്നിയില്ല? മാക്സിമം 1 hour, അതിൽ കൂടുതൽ എടുത്തില്ല. അത് ശരി. ഓക്കെ. അതിന് എത്ര കോസ്റ്റ് ആയി? എനിക്ക് അറൗണ്ട് ഒരു 380 rupees ആയി. എനിക്ക് 380 രൂപയാണ് ഫുൾ ചാർജ് ആക്കുന്നതിന് കോസ്റ്റ് ആയത്. ഓക്കെ. അപ്പം പലരുടെയും ഡൗട്ട് ആയിരുന്നു. പലയിടത്തും പല ഡിപ്പെൻസ് ആണ് കേട്ടോ. അതായത് ഓരോ അവര് പ്രൊവൈഡ് ചെയ്യുന്ന വലിയ വേരിയേഷൻ വരത്തില്ല, ചെറിയ വേരിയേഷൻ 400-410 നിൽക്കുള്ളൂ, റേഞ്ചേ വരുള്ളൂ. ഓക്കെ. പിന്നെ ലോങ് ഡ്രൈവ്സ്, ഇലക്ട്രിക് കാർസ്, ലോങ് ഡ്രൈവ്സിന് ലോങ് ഡ്രൈവ് ഉള്ളവർക്ക് അത്ര പ്രാക്ടിക്കൽ അല്ല. ലോങ് ഡ്രൈവ്സ് തന്നെ പലവിധമുണ്ട്. നല്ല ലോങ് ഡ്രൈവ്സ് മീൻസ് അല്ലാത്ത ലോങ് ഡ്രൈവ്സിനെ കാറ്റഗറൈസ് ചെയ്യാമല്ലോ. ഇപ്പം ബ്രോയ്ക്ക് ലോങ് ഉണ്ട് അത്യാവശ്യം, പക്ഷേ പ്ലാൻഡ് ആയിരിക്കും എന്ന് തോന്നുന്നു കുറച്ചുകൂടെ അല്ലേ? അത് എല്ലാവരും പറയുന്നത് പ്ലാൻഡ് ആയിട്ട് ചെയ്യണമെന്നാണ്. പക്ഷെ ശരിയാണ്, നമ്മൾ രാവിലെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വഴിയിൽ കിടക്കാതെ വീട്ടിൽ വന്ന് എത്താൻ പറ്റും. എനിക്ക് അങ്ങനെ വലിയ പ്ലാനിങ്ങിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എൻ്റെ ഒരു കേസിൽ. അപ്പം ഒരു 150 ഓടിയാൽ തന്നെ 200 ഓടിയാൽ തന്നെ നമുക്ക് വീട്ടിൽ വന്ന് എത്താം. 300-350 റേഞ്ച് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ലോങ് റൈഡ് പോവുകയാണെങ്കിൽ നമുക്കിപ്പം ആപ്പ് നമുക്കുണ്ട്. അപ്പോൾ ആപ്പിലൊക്കെ നമുക്ക് എവിടെയൊക്കെ സർവീസ് സ്റ്റേഷൻ ഉണ്ട്, ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ലോങ് ഒക്കെ പോയിട്ട് വരാം. ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. പുള്ളി ഓൾ ഇന്ത്യ ട്രിപ്പ് EV-ൽ പോയിട്ട് വന്നു. 11 ദിവസത്തിൽ 6000 കിലോമീറ്റർ കവർ ചെയ്തു. നെക്സോൺ EV-ൽ. പക്ക പ്ലാൻഡ് ആയിരുന്നു. ഫാമിലി ആയിട്ടാണ് പുള്ളി പോയിട്ട് വന്നു. സെൽഫ് ഡ്രൈവിംഗിൽ കംഫർട്ടബിൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. അത് ശരി. അല്ല, ഇപ്പോൾ പ്ലാനിങ്ങിൻ്റെ കാര്യത്തിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചാർജിങ് പോയിന്റ് ഉദ്ദേശിച്ചിട്ട് പോകും. അവിടെ ചെല്ലുമ്പം ഒന്നുകിൽ ആ മെഷീൻ വർക്ക് ചെയ്യത്തില്ലായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചാർജ് ചെയ്ത് 2-3 പേര് ക്യൂ കാണും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ചിലർ പറയാറുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്തു? മീൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി ഞാനിപ്പം എനിക്കൊരു 10 ദിവസം 9 ദിവസമല്ലേ ആയുള്ളൂ. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഒത്തിരി സർവീസ് സ്റ്റേഷൻ ചാർജിങ് സ്റ്റേഷൻസ് വരുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു റാന്നി പാലത്തിന്റെ അടുത്ത് പമ്പിന്റെ അകത്ത് തന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 1 yearനുള്ളിൽ കുറെ ചാർജിങ് സ്റ്റേഷൻസ് വരും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പം EV-യും കുറെ ഇറങ്ങുന്നുണ്ട്. ഞാൻ എടുത്തപ്പം റാന്നി 2 വണ്ടിയേ ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഇഷ്ടം പോലെ വണ്ടി റോഡിൽ നിർത്തികൾ കാണാൻ പറ്റും പോലെ കാണാനുണ്ട്. പിന്നെ ലോങ് ഡ്രൈവ്സ് ഏതെങ്കിലും ബ്രോ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ആക്ച്വലി ചെയ്തില്ല, എനിക്ക് സമയം കിട്ടിയില്ല. അപ്പൊ ഈ സിറ്റി ഇവിടെ കിടന്ന് ഓടിയതാണ് 200 ഒരു ദിവസം ഓടി. അത് ശരി. 1 day 200 ഓടിയായിരുന്നു. അത് എന്റെ മാക്സിമം ലോങ് പോയത്. ഞാൻ ചോദിക്കാൻ വന്നത് ലോങ് ഡ്രൈവ് പോകുമ്പോഴാണോ അതോ സിറ്റിയിൽ റീജനറേഷൻ ഒക്കെ കിട്ടി പോകുമ്പോഴാണോ കൂടുതൽ റേഞ്ച് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തത് എന്നറിയാനായിരുന്നു. സിറ്റിയിലാണെങ്കിൽ നമ്മൾ ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ തന്നെ
നമ്മൾ റീജൻ ഓൺ ആക്കിയിട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഈ കർവ് ഒക്കെ വരുമ്പോഴത്തേനും നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്ത ഒരു ഫീല് വരും. അപ്പോൾ റീജനറേറ്റ് ആവുന്നു. അത് നല്ലൊരു ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രേക്ക് പാഡിനും ലാഭം, മൈലേജ് റേഞ്ചിനും ലാഭം. നമുക്ക് പെട്ടെന്ന് ഇപ്പം ഒരു വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക, നമ്മൾ ആക്സിലേറ്ററിന് കാലെടുക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് ചെല്ലുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി നല്ലവണ്ണം സ്ലോ ആവുന്നുണ്ട്. സിംഗിൾ പെഡലിൽ തന്നെ യൂസ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ടബിൾ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല ഡ്രൈവിംഗ് കംഫർട്ടബിൾ ആണ്. മറ്റേ മുമ്പ് യൂസ് ചെയ്യുന്ന വണ്ടി ഏതായിരുന്നു? ബലീനോയാണ്. അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയുണ്ട് കോർണറിംഗ് സ്റ്റെബിലിറ്റിയും അതുപോലത്തെ നല്ലത് തന്നെ പറയാം, നല്ലതായിട്ട് തന്നെ പറയാം. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ആ റേഞ്ച് നമുക്കൊരു 1 lakh 1.5 lakhs ഒക്കെ ഓടിക്കാൻ പറ്റിയ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വേറെ ഓക്കെയാണ് വണ്ടി. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നീട് ടാറ്റയുടെ സർവീസ്, അതിനെപ്പറ്റി മീൻസ് എന്തെങ്കിലും നമ്മൾ ഓപ്പണായിട്ട് ഒരാളെ പറയാൻ പറ്റത്തില്ല. ഞാൻ MK എന്നാണ് വണ്ടി എടുത്തത്. പൊതുവെ അവിടുത്തെ സർവീസ് പോരാന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഞാൻ ആക്ച്വലി ചെയ്തത് നമ്മുടെ ലെക്സോൺ ടൊയോട്ടയുടെ സർവീസിലാണ് പോയത്. തോന്നിയില്ല, നല്ല സർവീസാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് കമന്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു ലെക്സൺ ടൊയോട്ടയുടെ സർവീസിന്റെ ഒരു എക്സ്പീരിയൻസും ഒക്കെ ചോദിക്കണമെന്നുള്ളത്. പക്ഷേ ഇത് ചെറിയ ലോങ് ഡ്രൈവ് അല്ലാത്തതുകൊണ്ട് നമുക്കത് ചോദിക്കാൻ ഒക്കില്ലല്ലോ. അപ്പൊ ആദ്യം പോയതിൽ ഫസ്റ്റ് ഫ്രീ സർവീസ്. അപ്പം അതിനകത്ത് ഓക്കെ, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. വലിയ സർവീസ് ഒന്നും വന്നില്ല, ജസ്റ്റ് ചെക്കപ്പ്, റൊട്ടീൻ ചെക്കപ്പ്. പിന്നെ ഈ വണ്ടിക്ക് ഇലക്ട്രിക് വണ്ടിക്ക് റൊട്ടീൻ ചെക്കപ്പ്. ഇനി അടുത്ത സർവീസ് പോകുമ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാവുന്നു. പിന്നെ MKക്കും ബ്രോയ്ക്ക് ഒരു പ്രശ്നം തോന്നിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുണ്ട്, കേട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പൊതുവെ ഒരു അഭിപ്രായം ഉണ്ട്, അതേ ഉള്ളൂ. പിന്നെ എനിക്ക് സെയിൽസിൽ ഞാൻ പക്ക സാറ്റിസ്ഫൈഡ് ആണ്. MK നല്ല സർവീസ് ആയിരുന്നു, നല്ല സർവീസ്. കൂട്ടുകാർ തന്നെയാണ് റാന്നിലുള്ളത്, നല്ല സർവീസ് ആയിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ ഹാപ്പിയാണ്. ഓക്കെ, അപ്പം മഴയൊക്കെ ആയി കുറേ നേരമായിട്ട് ഞങ്ങൾ കുട പിടിച്ച് നിൽക്കുക. ഇനി ഞങ്ങൾ അകത്ത് കയറി ഷൂട്ട് ചെയ്തിട്ട് അല്ലേ, അകത്ത് കയറി സംസാരിക്കാം. അങ്ങനെ നമ്മൾ അകത്ത് കയറിയപ്പോൾ മഴയും പോയി അല്ലേ. ഓക്കെ, നമുക്ക് സൺറൂഫ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടേക്കാം. നല്ല ലൈറ്റ് ആയിക്കോട്ടെ. അല്ലല്ല, സൺറൂഫ് മീൻസ് ഓക്കെ, ഒരു ലൈറ്റ് കുറച്ച് ആയിക്കോട്ടെ. ഓക്കെ, ഇനി ഇന്റീരിയർ നോക്കി കഴിഞ്ഞാൽ ഫീച്ചേഴ്സ്, പ്രോ എക്സ്പെക്ട് ചെയ്ത് ആഗ്രഹിച്ച ഫീച്ചേഴ്സ് ഒക്കെ ഈ വണ്ടിയിൽ കിട്ടിയിട്ടുണ്ടോ? ടോപ്പ് വേരിയന്റിൽ വീഡിയോയ്ക്ക് വേണ്ടി പറയുമല്ല, 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ആഗ്രഹിച്ച എല്ലാ ഫീച്ചേഴ്സും, അതായത് നമുക്കൊരു പ്രീമിയം കാറിൽ വേണ്ടിയതായ എല്ലാ ഫീച്ചേഴ്സും ഇതിൻ്റെ അകത്തുണ്ട്. ഇൻഫോർട്ട്മെന്റ് സിസ്റ്റം തന്നെ ഞാൻ നല്ലൊരു സിസ്റ്റമാണ്, നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. നമുക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. സ്പീക്കർ ഉണ്ട്, സബ് ഉണ്ട്, നമുക്ക് നല്ല സൗണ്ട്. ഈ ലോങ് നമ്മൾ പോകുമ്പോഴത്തേനെ നമുക്ക് ചെറിയ മെലഡി സോങ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നല്ലപോലെ യാത്ര ചെയ്യാൻ പറ്റിയൊരു നല്ല ആംബിയൻസ്, നമുക്ക് മടുക്കത്തുമില്ല, നല്ല ഇതാണ്. പിന്നെ മെയിനായിട്ട് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഡ്രൈവിംഗ് കംഫോർട്ടും കൂടെ കൂടി. ഞാൻ മാനുവലാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. എനിക്ക് കുറെ കോൾസ് എപ്പോഴും കോൾസ് ആയിരിക്കും. അപ്പം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതിന്റെ ഒരു ടെൻഷൻ ഫ്രീ അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. സൗണ്ടും ഇല്ലല്ലോ നമുക്ക് മെയിനായിട്ട്. ശരിയാണ്, അത് ഓക്കെ. വൈബ്രേഷൻ ഇല്ല, സൗണ്ട് ഇല്ല, പിന്നെ കാല് കൊടുക്കുമ്പോൾ കയറി പോകും. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ സൺറൂഫ് കുറച്ചുകൂടെ അവർക്ക് വലുതാക്കായിരുന്നു. അതിനുള്ള സ്പേസ് ഇല്ല പനോരമിക്ക് കൊടുക്കാനുള്ള, എങ്കിലും കുറച്ചുകൂടെ വലുതാക്കായിരുന്നു അല്ലേ. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട്. നമ്മൾ ഈ വെയിലത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തിരിച്ച് കയറുമ്പോൾ അടുത്ത സൈഡിലോട്ട് പോകുമ്പോഴത്തേക്ക് വെന്റിലേറ്റഡ് സീറ്റ് ഭയങ്കര ഉപകാരമാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ ഡ്രൈവിംഗ് നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഡിസ്പ്ലേ നമ്മുടെ MID നോക്കിക്കഴിഞ്ഞാലും നല്ല കളർ, നല്ല ഡിസ്പ്ലേ, നമുക്ക് വലിയ ഡിസ്പ്ലേ, ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ നമുക്ക് ഇത് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൽ വരുമല്ലേ, ഇതിൽ വരും, നമുക്ക് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റും. അത് വലിയൊരു ഫീച്ചറാണ്. ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് കണ്ണ് പതറിക്കണ്ട, നേരെ തന്നെ ഓടിച്ച് നമുക്ക് നോക്കാൻ പറ്റും. എല്ലാ ഇതും ഇങ്ങോട്ട് വരും. മ്യൂസിക്കിന്റെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. എല്ലാം അവിടെ ചെയ്യാം. സ്റ്റിയറിംഗ് തന്നെ കൺട്രോൾ ചെയ്യാം. പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഒരു പുതുമയാണല്ലോ അല്ലേ, ഓണാക്കുമ്പോഴേ. ഇത് മാക്സിമം ഈ രാത്രി നൈറ്റ് ഡ്രൈവിന് നല്ല രസമാണ്. നൈറ്റ് ഡ്രൈവില് നമുക്ക് ഈ ലോഗോ ഒക്കെ കണ്ടുപിടിക്കാൻ നല്ല രസമാണ്. സ്റ്റിയറിംഗിന്റെ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ നല്ല ഓണായി വരുന്നൊക്കെ കാണാൻ നല്ല രസമാണ്. ആൻഡ്രോയിഡ് ഓട്ടോ
ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആണല്ലോ. വയർലെസ് ആണ്. ഓക്കെ, അത് നല്ലൊരു ഇത് തന്നെയാണ്. നമുക്ക് കോൾസ് ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാം. പിന്നെ മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ നമ്മൾ റീഡ് ചെയ്ത് കാണിക്കും. റീഡ് ചെയ്യും, നമുക്ക് മെസ്സേജ് റീഡ് ചെയ്ത് കാണിക്കും. നമുക്ക് റിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ വോയിസ് കമാൻഡ് ആയിട്ട് കൊടുത്താൽ മതി. ടൈപ്പ് ചെയ്ത് അത് അയച്ചോളും. അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. പിന്നെ AC-യുടെ കൂളിംഗ് കാര്യങ്ങളൊക്കെ അതെനിക്കൊരു ജസ്റ്റ് ഒരു പോരായ്മയായിട്ട് തോന്നി. ഞാൻ ബലീനോ യൂസ് ചെയ്തപ്പോൾ നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു. എനിക്കത് സർവീസ് ചെയ്യുമ്പോൾ ഒന്ന് കാണിക്കണം. എനിക്കൊന്ന് AC ചെറിയൊരു കൂളിംഗ് കുറവ് പോലെ എനിക്ക്. ഇലക്ട്രിക് യൂസ് ചെയ്യുന്നവരോട് വേറെ ചോദിച്ചപ്പോൾ നോർമലാന്നാ പറയുന്നത്. എനിക്കൊന്ന് ഞാൻ കമ്പയർ ചെയ്തുകൊണ്ടായിരിക്കാം അതിൻ്റെ അകത്ത് വന്നത്. ഒത്തിരി മൈലേജ് റേഞ്ച് ഒക്കെ AC ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ഥിതിക്ക് അവർ അതനുസരിച്ചുള്ള ഓപ്റ്റിമൈസേഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. പിന്നെ കുറച്ചുകൂടെ വലിയ വണ്ടി ആയതുകൊണ്ട് കൂൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരുവാണ്. എന്നാലും ഓക്കെയാണ്. പിന്നെ നല്ല ചൂടൊക്കെ ആണെങ്കിൽ റീറേസ് ഉണ്ട്, ഒന്ന് തണുക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ മെയിനായിട്ട് ഈ 360 ക്യാമറ ഭയങ്കര ഉപകാരിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ്. നമുക്ക് എല്ലാ വ്യൂസും വണ്ടി കാണാം. അങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ സിറ്റുവേഷനിൽ നമ്മൾ ചെറിയ വഴികളിലൊക്കെ പോകുമ്പോൾ ഇത് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരിയാണ്. നല്ല ഉപകാരം. എല്ലാ സൈഡ് വ്യൂ നമുക്ക് കിട്ടും. നമുക്ക് സെലക്ട് ചെയ്യാം. 2D നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫ്രണ്ട് ക്യാമറ ഉണ്ടെങ്കിൽ അത് കിട്ടും. ഒരു 20 കിലോമീറ്റർ സ്പീഡ് വരെ നമുക്ക് ആ ഫ്രണ്ട് ക്യാമറ ഓൺ ആയിരിക്കും. ഇനിഷ്യലി ഡ്രൈവ് ഡിഫോൾട്ടായിട്ട് സ്റ്റാർട്ടിങ്ങിൽ മാത്രം. പിന്നെ വരുന്നത് നമുക്ക് ഈ പെഡൽ ഷിഫ്റ്റ്, അതായത് ഉണ്ട്. അത് മെയിനായിട്ട് നമ്മുടെ ഈ റീജൻ മോഡ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും. പഴയ വണ്ടികളിൽ ഒരു ബട്ടണാണ്, അത് നമ്മൾ കുറെ കുത്തി എടുക്കണം. ഇതാകുമ്പോൾ നമുക്ക് ജസ്റ്റ് റീജൻ മോഡ്, ഇപ്പം നമ്മൾ ഇറക്കത്തിലൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ റീജൻ മോഡ് 3 സ്റ്റേജ് ഉണ്ട്. ആ 3 സ്റ്റേജ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് നല്ല ഫീച്ചറായിട്ട് തോന്നി. പിന്നെ എല്ലാ കൺട്രോളും തന്നെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ AC-യുടെ കൺട്രോളുകളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് കിട്ടും. നമുക്ക് മെയിനായിട്ട് നമുക്ക് AC നമ്മുടെ എല്ലാ സെറ്റിംഗ്സും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതായത് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പോകാം, ഇല്ലെങ്കിൽ ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അല്ലാത്ത സെറ്റിംഗ്സ് ഫുള്ള് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു നമ്മുടെ ഇതിൻ്റെ അകത്ത് എയർ പ്യൂരിഫിക്കേഷൻ നല്ലൊരു സിസ്റ്റമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ആ ബാഡ് സ്മെല്ലുകളൊക്കെ അത്യാവശ്യം ചെയ്തോളും. ഒരു പ്യൂരിഫയർ നല്ലതാണ്. അത് കൊണ്ടുവരുമ്പം നമ്മള് ഇന്ത്യക്കാര് നോക്കിയിരുന്ന ശരിയാവില്ലല്ലോ അല്ലേ? ഹ്യുണ്ടായി എല്ലാവരുടെയും കീയായും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അത് നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ മെയിനായിട്ട് എനിക്ക് അത്യാവശ്യം വേണ്ടത് ഇതായിരുന്നു, ഒരു നമുക്ക് ചാർജിങ്, വയർലെസ് ചാർജിങ്. ഇവിടെയാണോ? ഇവിടെയാണ്. ജസ്റ്റ് മുമ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് ആണ്. നമുക്ക് മാക്സിമം ഈ കോൾസ് വരുന്നതുകൊണ്ട് പെട്ടെന്ന് ചാർജ് തീരും. ഇതാകുമ്പോൾ ഇവിടെ വെച്ചാൽ മതി. ഫോൺ വെക്കുന്ന പോലെ വെച്ചാൽ ചാർജ് ആയിക്കോളൂ. നല്ല ഫീച്ചറായിട്ട് തോന്നി. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ബാക്കി സ്റ്റോറേജ് ഒക്കെ എങ്ങനെയുണ്ട്? പ്രാക്ടിക്കൽ ആണോ? സ്റ്റോറേജ് സ്പേസ് പ്രാക്ടിക്കൽ അല്ല, കുറവാണ്. നമുക്ക് സ്പേസും ഇതിൻ്റെ അകത്ത് ഞാൻ ആ ബലീനോ കമ്പയർ ചെയ്യുമ്പോൾ സ്പേസ് കുറവാണ്. ബലീനോയൊക്കെ ബാക്കിലൊക്കെ നല്ല സ്പേസ് ആണ്. ഒത്തിരി ബാക്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് കുറവാണ്. കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് ബാക്ക് സൈഡ് തോന്നും. ഫ്രണ്ടും മീൻസ് ഞാൻ പറയാൻ കാരണം നമ്മൾ മറ്റേ വണ്ടിക്കകത്താണെങ്കിൽ ബലീനോയ്ക്കകത്ത് കുഞ്ഞൊക്കെ വരുമ്പോഴത്തേനെ അവൾ ഇവിടെയൊക്കെ ഓടി നടന്നൊക്കെ കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ അവൾക്ക് അത്രയും ഒരു കൺജസ്റ്റഡാ, ഇരിക്കാനുള്ള ഒരു ചെറിയൊരു ക്ലോസ്ട്രോഫോബിക് ഫീൽ പോലെ തോന്നാറുണ്ട്. അതെനിക്കൊന്ന് ഇങ്ങനെ ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ ക്വാളിറ്റിയെ പറ്റി, അതായത് ഭയങ്കര ക്വാളിറ്റി ഫീൽ ആണല്ലോ വണ്ടിക്ക്. എന്തുണ്ട് അഭിപ്രായം? അതിന് പോരായ്മയായിട്ട് എന്തെങ്കിലും തോന്നി? എനിക്ക് തോന്നിയിട്ടില്ല. നല്ല ക്വാളിറ്റി തന്നെയാണ്, എല്ലായിടത്തും ക്വാളിറ്റി തന്നെ. അകത്ത് ഇന്റീരിയർ ക്വാളിറ്റി കുറവാന്നൊക്കെ പറയുന്നുണ്ട്. ടാറ്റയുടെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ 2-3 വോയിസുകളൊക്കെ കേട്ടു. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി തന്നെ പറയാം. നല്ല ക്വാളിറ്റി തന്നെയാണ്. പുറത്ത് കാണുന്ന ഇപ്പൊ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല പ്രീമിയം ആയിട്ട് തന്നെ, ഫിനിഷിങ് എല്ലാം നല്ലതായിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, എന്നാലും ക്വാളിറ്റി ഉണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. അത് പിന്നെ ടാറ്റയുടെ കാര്യം നമ്മൾ പറയണ്ടല്ലോ, ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം നമ്മൾ പറയേ വേണ്ട. ഇന്റീരിയറും ഓക്കെയാ,
ഞാൻ സാറ്റിസ്ഫൈഡ്. കുഴപ്പമൊന്നുമില്ല. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്സ് ഒക്കെ ഇതിലേ ഇതിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. നല്ല എളുപ്പമാണ്. പ്രസ് ചെയ്താൽ മാത്രം മതി. പാർക്കിംഗ് മറ്റേ ലിവർ ഒന്നും പിടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നമുക്ക് 3 മോഡുകൾ വരുന്നുണ്ട്. എക്കോ മോഡ് ഇട്ട് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്. മാക്സിമം കൂടുതൽ ഏതാ, സിറ്റി ആണോ എക്കോ ആണോ? ഞാൻ എക്കോ മോഡാണ് മാക്സിമം യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം വലിയ സ്പീഡും ആവത്തില്ല, നോർമൽ റേഞ്ചിൽ ഇങ്ങനെ പൊക്കോളും. ഓക്കെ. പിന്നെ ഇടയ്ക്ക് ഓവർടേക്ക് ഒക്കെ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ സ്പോർട്സ് മോഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫീൽ കിട്ടും. ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീൽ കിട്ടും. ഓക്കെ ഓക്കെ. പിന്നെ ഓട്ടോമാറ്റിക് IRVM ആണ് നമ്മൾ മറ്റേ അത് നല്ലതാണ്, നല്ല ഇതാണ്. പിന്നെ ഓട്ടോമാറ്റിക് വൈപ്പറാണ്, ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്. അതൊക്കെ നല്ല ഫീച്ചറായിട്ട് തന്നെ തോന്നി. ഇപ്പൊ തന്നെ ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ വെള്ളം അത്യാവശ്യം വെള്ളം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വൈപ്പർ ഓൺ ആയിക്കോളും. നല്ല മഴയാണെങ്കിൽ അത് സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടും, സെൻസ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ. ആ കാര്യങ്ങളെല്ലാം ഹാപ്പിയാണ്. പിന്നെ 5 പേരെ വെച്ച് കയറ്റം കയറുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. പിന്നെ 5 പേരെ വെച്ച് പോകുമ്പം റേഞ്ച് കുറഞ്ഞിട്ടുണ്ടോ, മീൻസ് AC ഇട്ട് പോകുമ്പോൾ റേഞ്ച് കുറഞ്ഞിട്ടുണ്ടോ, കയറ്റം കയറുമ്പോഴുള്ള റേഞ്ച് ഡിഫറൻസ് അതൊക്കെ എങ്ങനെ ഫീൽ ചെയ്തു ബ്രോയ്ക്ക്? ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അധിക ദൂരം ഞാൻ 5 പേരെ വെച്ച് ഇതുവരെ പോയിട്ടില്ല. ഇടയ്ക്കൊന്നും പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പുള്ളിങ് കുറവായിട്ടൊന്നും തോന്നിയില്ല. അന്ന് ഞാൻ എക്കോ മോഡിൽ തന്നെയാണ് യൂസ് ചെയ്തത്. അത് നമുക്ക് പുള്ളിങ് കുറവാണെങ്കിൽ സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയറും, 100% ഉറപ്പാണ്. അത്രയും പുള്ളിങ് ആണ്. കയറ്റം കയറുന്നതിനൊന്നും നമുക്ക് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. പിന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. റേഞ്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ചിലപ്പം കുറയാൻ സാധ്യതയുണ്ട്. വെയിറ്റ് കൂടുന്തോറും നമ്മുടെ റേഞ്ച്, ബാറ്ററിയുടെ ഇത് കൂടുമല്ലോ, റേഞ്ച് കുറയാൻ സാധ്യത ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അതെ. പിന്നെ ഇത്രയും നാൾ, അതായത് കുറച്ച് കാലമേ ആയുള്ളൂ എങ്കിലും 2000 കിലോമീറ്റർ ഓടി, അതായത് ഓൾമോസ്റ്റ് കൂടുതൽ സമയം വണ്ടിയിലാണ് സ്പെൻഡ് ചെയ്തത് ഈ ഒരു 5-8 ദിവസം. അപ്പം വണ്ടിയിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇന്നതും കൂടെ വേണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? മെയിനായിട്ട് 2-3 ഡിഫക്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. മെയിനായിട്ടുള്ളത് ഈ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്. നമ്മൾ വെന്റിലേറ്റഡ് സീറ്റൊക്കെ കൊടുത്ത ഇത് സ്ഥിതിക്ക് ടോപ്പ് എൻഡിൽ നമുക്ക് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ഒരു സീറ്റും കൂടെ കൊടുക്കാമായിരുന്നു. അത് വലിയൊരു ഡിഫക്റ്റ്, തീർച്ചയായിട്ടും ഡിഫക്റ്റ് ആണ്. പ്രീമിയം കാർ സെഗ്മെന്റിൽ കൊടുക്കുമ്പോൾ ഒരു ഇലക്ട്രിക് ഡ്രൈവർ സീറ്റിനെങ്കിലും കൊടുക്കാമായിരുന്നു. അതൊരു ഡിഫക്റ്റ് ആണ്. എനിക്ക് രണ്ടാമതായിട്ട് തോന്നിയത് ഡിക്കി നമ്മൾ മാനുവലി ഓപ്പൺ ചെയ്യണം, മാനുവലി ക്ലോസ് ചെയ്യണം. അതും ഒരു അത് കൊടുക്കാമായിരുന്നു. അതെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി നമുക്ക് യൂസ് ചെയ്യാൻ ഇച്ചിരി ഹാർഡാണ്, മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല വെയിറ്റാണ്. റേസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, തിരിച്ചടയ്ക്കുമ്പോൾ നമ്മൾ പെട്ടുപോകും. നല്ല ഫോഴ്സ് വേണം. നല്ല ഫോഴ്സ് വേണം. ലേഡീസ് ഒക്കെ പിടിച്ച് ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അതെനിക്ക് രണ്ടും ഒരു ഡിഫക്റ്റ് തോന്നി. പിന്നെ നമ്മുടെ സൺറൂഫ് അത് പറഞ്ഞിരുന്നല്ലോ, വലുതാക്കാമായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ അത്യാവശ്യം ഓക്കെയാണ്. ഇനിയും നമുക്ക് അറിയേണ്ട സജഷൻസ് ആണ്. നെക്സൺ EV പുതിയതെടുക്കാൻ പോകുന്നവരോട് എന്ത് പറയാനുണ്ട് സജഷൻ? നമ്മൾ ഫോർഡബിൾ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചില്ല. എന്തുകൊണ്ട് ഫോർഡബിൾ? ആക്ച്വലി ഞാൻ നോക്കിയില്ല, മഹേന്ദ്ര വണ്ടി നോക്കിയില്ല. ഞാൻ താർ പ്ലാൻ ചെയ്തായിരുന്നു. പിന്നെ ബഡ്ജറ്റ് അല്ല, നമ്മുടെ എക്കണോമിക് ആക്കാൻ വേണ്ടി ഞാൻ ഇലക്ട്രിക്കിലോട്ട് മാറി. പിന്നെ മറ്റേ മഹേന്ദ്രയുടെ ഇലക്ട്രിക് അധികം നിർത്തിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് നോക്കിയില്ല. ആക്ച്വലി ഞാൻ നോക്കിയില്ലെന്ന്. ഓക്കെ. പിന്നെ എങ്ങനെ ഈ ഒരു നെക്സൺ EVയിലോട്ട് വരുന്നവരോട് പറയാനുള്ള വെറ്റ് സജഷൻസ് മീൻസ്, അതോ 30 ലക്ഷം രൂപ കൊടുത്ത് ZS EV അല്ലെങ്കിൽ BYDസിലോട്ടോ ഒക്കെ പോകണോ? എന്താണ് അത്? ശരിക്കും പറഞ്ഞാൽ അവരവരുടെ ബഡ്ജറ്റ് അനുസരിച്ചായിരിക്കണം. ഇപ്പൊ എനിക്ക് ഞാനൊരു 16 to 18 lakhs സ്പെൻഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. സ്വാഭാവികം, ഒരു നോർമൽ ഒരാളാണ് ഞാൻ. 4 ലക്ഷം രൂപയുടെ കൂടി സ്റ്റാർട്ടിങ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അല്ല, മീൻസ് 15-18 പ്ലാൻ ചെയ്താൽ 22-ലെത്തി. അപ്പം 30 അത്രയും ഒരു ബഡ്ജറ്റ് അല്ലായിരുന്നു. ബഡ്ജറ്റ് ഉള്ളവർക്ക് ഓക്കെയാണ്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് ഉള്ളതുപോലെ തോന്നുന്നില്ല. സൺറൂഫ് ഒക്കെ വലുതാണ്, വണ്ടി ഇച്ചിരി സ്പേഷ്യസ് ആണ്. പക്ഷെ ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കുറച്ചുകൂടെ വലുപ്പമുണ്ട്, നല്ല ഡ്രൈവിംഗ് നല്ല ഫീലാണ്, കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 10 ലക്ഷം രൂപ കൊടുക്കാനുള്ളതുണ്ടെന്ന് തോന്നിയില്ല. അത്ര ഒരു 10 ലക്ഷം രൂപ. പിന്നെ സർവീസ് സ്റ്റേഷൻസ് നമുക്ക് അടുത്തില്ല. അല്ലെങ്കിൽ പത്തനംതിട്ട ഉണ്ട്, അല്ലെങ്കിൽ തിരുവല്ല ഉണ്ട്. മറ്റേത് നമ്മൾ എറണാകുളം അല്ലെങ്കിൽ കോട്ടയം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർവീസ് സ്റ്റേഷൻ. പിന്നെ വണ്ടി കൂടുതൽ ഇതുണ്ട്. നമുക്കൊരു കൂട്ടായ്മ, ഇതിന്റെ എനിക്കൊന്ന് ഇവോക്ക് എന്നൊക്കെ പറഞ്ഞൊരു കൂട്ടായ്മ ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ നല്ല ഒരു ആക്റ്റീവ് ഒരു ഗ്രൂപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു എൻ്റെ ഫ്രണ്ട്സിന് തന്നെ ഒരു 3-4 പേർക്ക് ഇതുണ്ട്. അവർ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതെടുത്തത്. ഓക്കെ. അപ്പം അതൊക്കെയാണ് നമുക്ക് നെക്സൺ .EVയുടെ പറ്റി നമുക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെയ്തത്
ടോപ്പ് വേരിയൻ്റ് ആണ് നെക്സൺ EVയുടെ ഇപ്പം നിലവിലുള്ള ഏറ്റവും എംപവേർഡ് പ്ലസ് എന്നുള്ള വേരിയൻ്റ് ആണ് നമ്മളിപ്പം യൂസർ എക്സ്പീരിയൻസ് ചെയ്തത്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ് എങ്കിലും 2000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഈ ഒരു 10 ദിവസം പോലും ആയിട്ടില്ല. അപ്പോൾ ലോങ് ടേം എക്സ്പീരിയൻസസ് ഒക്കെ നമ്മൾ വഴിയെ കൊണ്ടുവരും ഈ വണ്ടികളുടെ. അപ്പം താങ്ക് യു സോ മച്ച് ബ്രോ, വളരെ നന്ദി. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നു. പലർക്കും യൂസ്ഫുൾ ആയേക്കാം, കാരണം പുതിയ നെക്സൺ EVs പുതിയ പലരും നോക്കുന്നുണ്ട്. ഇലക്ട്രിക്കിലോട്ടൊക്കെ കഴിഞ്ഞ വർഷം ഇതിന് ഡബിൾ ആയിരിക്കും ഈ വർഷത്തെ ഇലക്ട്രിക് സെയിൽസ്, ഇലക്ട്രിക് EVസിന്റെ സെയിൽസ്. അപ്പം കൂടുതൽ ഓരോ വർഷവും ഡബിൾ ആയിക്കൊണ്ടിരിക്കുക, ഭയങ്കര രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം സ്റ്റേഷൻസ് ഒരുപാട് വരുന്നുണ്ട്, ചാർജിങ് സ്റ്റേഷൻസ്, പെട്രോൾ പമ്പ്സ് വരുന്ന പോലെ തന്നെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പം ഫ്യൂച്ചർ ഈസ് ഇലക്ട്രിക്, അപ്പം അതൊക്കെ ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കും. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.